നിർണായകമായ പ്രതിരോധ കരാർ ഒപ്പുവെച്ച സൗദിയും പാകിസ്ഥാനും. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ സംയുക്ത പ്രതിരോധത്തിനാണ് ധാരണ. കരാറിന്റെ പ്രത്യാഘാതം പരിശോധിക്കുകയാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ദേശീയ താൽപര്യം സംരക്ഷിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തയിലേക്ക് കടക്കുമ്പോൾ ആദ്യം പരിശോധിക്കുന്നത് ഉന്നം ഇന്ത്യയോ എന്നാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് ആണ് ചേരുന്നത്. അഭിലാഷ്, നിർണായകമാകുന്ന കരാർ ആണ് പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ, അതായത് സൗദിയെയോ പാകിസ്ഥാനെയോ ആരാക്രമിച്ചാലും ആ രാജ്യത്തിനെതിരെ ഒരുമിച്ച് നിൽക്കും എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഒരാക്രമണം നടത്തിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കുന്നതുവരെ ഇത്തരം നടപടികൾ തുടരുമെന്ന് ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഇന്ത്യ നടത്തിയാൽ പോലും സൗദിക്ക് പാകിസ്ഥാനോടൊപ്പം നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനെ എത്രത്തോളം പ്രധാനപ്പെട്ടതായി കാണുന്നുണ്ട്. ഒപ്പം തീവ്രവാദത്തിന് എപ്പോഴും വെള്ളവും വളവും നൽകുന്ന ഒരു രാജ്യവുമായി ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ സൗദിയുടെ നീക്കത്തെ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അഭിലാഷ്, ഏറ്റവും നിർണായകമായ ഒരു സമയത്താണ് ഇത്തരത്തിൽ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യം സൗദിക്കാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊരു ഭീഷണി ഏത് നിമിഷവും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഖത്തറിലേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടായത്. അത്തരത്തിൽ സൗദിക്ക് നേരെയും ഒരുപക്ഷെ ഹമാസിൻ്റെ നേതാക്കൾ സൗദിയിലാണെന്നുള്ള വിവരം ഇസ്രായേലിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇസ്രായേൽ ഒരുപക്ഷെ സൗദിയിലേക്കും ആക്രമണം നടത്തിയേക്കാം. അന്ന് അമേരിക്ക അടക്കം അപലപിച്ച് മാറി നിൽക്കുമെന്നല്ലാതെ ഒരു തരത്തിലുള്ള ഒരു സഹായം കിട്ടണമെന്നില്ല. ഇന്ത്യയാണെങ്കിൽ പോലും, ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇന്ത്യയും സൗദിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ഒരു അപലപനീയമായിട്ടുള്ള അല്ലെങ്കിൽ അപലപിച്ചുകൊണ്ടുള്ള ഒരു ഇത്തരത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നുള്ള ഒരു പ്രസ്താവനയ്ക്കപ്പുറം ഇന്ത്യക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. അപ്പം അതേസമയം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങൾ എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ തിരിച്ച് തങ്ങളും യുദ്ധത്തിനിറങ്ങി പുറപ്പെടുമെന്നൊക്കെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനും സൗദിയുമായിട്ടുള്ള ഈ കരാർ സൗദിക്ക് ഉപകാരപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് ഒരു വലിയൊരു സംഘർഷം ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് ബഹാവൽപൂരിലെ മുദ്രിക എന്ന് പറയുന്നൊരു ഭീകര കേന്ദ്രം ഇന്ത്യ തകർത്തതും. അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം അവർ വീണ്ടും ജെയ്ഷെ മുഹമ്മദ് ടെററിസ്റ്റ് ലഷ്കർ ഇ തൊയ്ബെ അവർ വീണ്ടും അവിടെ അവരുടെ മുദ്രിക കേന്ദ്രം കെട്ടിപ്പൊക്കുന്നു. അവിടെ അടുത്ത ഫെബ്രുവരി 5 മുതൽ അവർ ഭീകരാക്രമണം തുടങ്ങാനും അവരുടെ ഭീകര ട്രെയിനിങ് നടത്താനുമൊക്കെയുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനും സൗദിയും തമ്മിൽ വീണ്ടും ഒരു വലിയ കരാറിലേക്ക്, അതായത് ഇവർ 1951 മുതൽ പാകിസ്ഥാനും സൗദിയും തമ്മിൽ നല്ല ബന്ധത്തിലാണെങ്കിലും സൗദിയിലെ പട്ടാളക്കാരെ പാകിസ്ഥാനികളാണ് ട്രെയിൻ ചെയ്തെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു ബന്ധം ഇതിപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തലവേദനയാണെന്ന് തന്നെ പറയാം. കാരണം ഇപ്പം ഈ കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെയോ അല്ലെങ്കിൽ സൗദിയെയോ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അത് ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ഒരു ആക്രമണമായി കണ്ടുകൊണ്ട് ഒരുമിച്ച് പ്രതിരോധിക്കാമെന്നുള്ളതാണ് ഈ കരാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ ആക്രമിക്കേണ്ടി വന്നാൽ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തതുപോലെ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും മേഖലയിലേക്ക് അവരുടെ അതിർത്തി കടന്ന് ഇന്ത്യക്ക് ഒരു ആക്രമണം നടത്തേണ്ടി വന്നാൽ ആ ആക്രമണം ഇന്ത്യ സൗദിക്ക് നേരെ നടത്തിയതായിട്ട് കൂടി കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സൗദിയും പാകിസ്ഥാനും ചേർന്നായിരിക്കും ഇന്ത്യക്ക് നേരെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ സൗദിയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരിക്കില്ല അന്ന് ഇന്ത്യക്ക് നേരെ എടുക്കുക. പക്ഷേ ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ അന്ന് സൗദിക്ക് കഴിയില്ല. അതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യയും സൗദിയും എന്ന് പറയുന്നത് ഏറ്റവും അടുപ്പമുള്ള രാജ്യങ്ങളാണ്. സൗദിയിൽ ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്, ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യയും സൗദിയും തമ്മിൽ. അത്തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന രാജ്യം ഒരു നിമിഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒപ്പം ചേരുന്നു, പാകിസ്ഥാനുമായി വളരെ വലിയ ഒരു നിർണായകമായ കരാറിൽ ഒപ്പുവെക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. അത് ഇന്നത്തെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഇവർ തമ്മിൽ കരാറുണ്ടായത് നേരത്തെ തന്നെ അറിയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടുതലല്ല, എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇന്ത്യ ഈ കരാറിനെ പറ്റിയുള്ള പ്രതികരണം ഒതുക്കിയിരുന്നു. എന്തായാലും
ഇപ്പോൾ നമുക്കറിയാം സൗദിയെ സംബന്ധിച്ച് സൗദിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പണമുണ്ട്, പണം അവർക്ക് ഏത് രീതിയിലും ചിലവഴിക്കാനുള്ള സമ്പത്തുണ്ട്, പക്ഷേ അവർക്ക് ആയുധങ്ങളില്ല. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ പാകിസ്ഥാൻ ആയുധങ്ങളുണ്ട്, ആണവ രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പക്ഷേ പാകിസ്ഥാൻ്റെ കയ്യിൽ പണമില്ല. അപ്പോൾ പണമുള്ള രാജ്യവും ആയുധമുള്ള രാജ്യവും ഒരുമിച്ച് ചേർന്നിട്ട് പരസ്പരം ഇവർ സഹായിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ളൊരു ശക്തിയായി മാറാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ തമ്മിൽ എന്തായാലും ഒരുമിച്ച് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ത്രെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ GCC ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൽ അവരെ കൂടെ അപ്പോൾ അവർക്ക് പാകിസ്ഥാനെയും കൂടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടെയാണ് ഇപ്പോൾ തെളിയുന്നത്. മാത്രമല്ല കുറച്ച് കാലം മുമ്പുള്ളൊരു ഇൻ്റർവ്യൂവിൽ സൗദി രാജകുമാരൻ പറയുന്നത്, ഞങ്ങൾക്ക് യുറേനിയം വേണം, പക്ഷേ അണുവായുധം ഉണ്ടാക്കാനല്ല, പകരം ഓയിൽ റിഫൈനറികളിൽ വെപ്പൺസ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് നമുക്ക് യുറേനിയം ആവശ്യമുണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ യുറേനിയം ഉണ്ട്, പാകിസ്ഥാൻ അത് സൗദിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അണുവായുധം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം അവർക്ക് അവിടെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്, വളരെ തലവേദനയാണ്. ഇന്ത്യ ഇതിൽ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാം. തീർച്ചയായും ഇന്ത്യയുടെ ഏറ്റവും മികച്ച പങ്കാളികളിൽ ഒരു രാജ്യം കൂടിയാണ് സൗദി എന്നത്. നിരവധി മലയാളികൾ ഉൾപ്പെടെ അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനപ്പുറത്ത് ഊഷ്മളമായ ബന്ധമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കരാർ എന്നത്. അത് ഔദ്യോഗികമായ ഒരു കരാറായി മാറുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഇന്ത്യയെ എതിർക്കാനേ സൗദിക്ക് സാധിക്കൂ എന്നുള്ളിടത്താണ് ഇത് ഗൗരവമായി മാറുന്നത്.